ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് ദുരന്തർ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ്. മൂവി റിലീസായിട്ട് കുറച്ചു കാലമായി, ലൈക്ക് ബബ്ബൊക്കെ റിലീസായ ആ സമയത്താണ് റിലീസായത്. ഒരുവിധ ആൾക്കാരൊക്കെ കണ്ട് കാണും, പക്ഷെ ഞാനിതൊരു റിവ്യൂ ആയിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നാണ് മൂവി കണ്ടത്. അപ്പോൾ എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ബേസിക്കലി മൂവി ഭയങ്കര ഇഷ്ടമായി. ഒരു 3 hours മേലെ ലെങ്തി ആയിട്ടുള്ള മൂവിയാണ്. അത്രയും ലെങ്തി ആയിട്ടുള്ള മൂവി ഒരു ലാഗും ഇല്ലാണ്ട് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെന്താ പറയുക, ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള മൂവിയാണ്. ഇതിലെ മെയിൻ കാസ്റ്റും കാര്യങ്ങളും വരുന്നത് നമ്മുടെ രൺവീർ സിംഗ് വരുന്നുണ്ട്, അക്ഷയ് ഖന്ന, പിന്നെ സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സായിട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ ലീഡ് രൺവീർ സിംഗ് തന്നെയാണ്. ഒരു സ്പൈ ആണ് ക്യാരക്ടർ. ഒരു സ്പൈ എങ്ങനെ ഡെവലപ്പ് ആവുന്നതിൻ്റെ ആ ഒരു സംഭവങ്ങൾ കാണിക്കുന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, പാകിസ്ഥാനാണ് എൻറ്റയർലി മൂവിയിൽ കാണിക്കുന്നത്. ഒരു 90% പാകിസ്ഥാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മൂവി കാണുന്നത് നമ്മൾ. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് മെയിൻലി ഈ മൂവിക്കകത്തുള്ളത്. അതും പാകിസ്ഥാനൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളതിൽ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ സംഭവങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു സ്പൈയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഒരു സ്പൈ എങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്രയും കാലം പുള്ളി അവിടെ കിടന്ന് സർവൈവ് ചെയ്ത് വരുന്ന സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. മൂവി അത്യാവശ്യം ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ തന്നെ നമുക്ക് ഒട്ടും അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല മൂവി. അതെടുത്ത് പറയാനൊരു കാരണം കൂടെ ഉണ്ട്. ഇതിൽ ഫൈറ്റൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിലൊരു ആളെ മറ്റേ തൂക്കുന്ന ഒരു സീനുണ്ട്. നമ്മൾ നോർമലി ഒരാളെ തൂക്കുന്നത് ആക്ച്വലി 2 കൈ കൊണ്ട് വലിച്ചു കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരാളുടെ വെയിറ്റ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ആളെ എടുത്ത് പൊക്കുന്നത് എങ്ങനെയാണോ അത് കറക്റ്റ് ഇതിലൊരു സീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സോട്ടിക് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇതിൽ പാകിസ്ഥാൻ കാണിക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടികളായിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ, അതേപോലെ ഗൺസ്, ബൈക്സ്, ഇതെല്ലാം ഭയങ്കര എക്സോട്ടിക് സാധനങ്ങളായിട്ടാണ് ഈ മൂവിക്കകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഓരോ ക്യാരക്ടറിൻ്റെയും മീൻസ് ഓരോ ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്തേക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇപ്പോൾ രൺവീർ സിംഗ് ആണ് സ്പൈ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പുള്ളി അതിൽ ഇൻഡെപ്ത് എങ്ങനെയാണ് ആ സ്പൈ വർക്കാവുന്നത്, ആ സ്പൈ എങ്ങനെ വരുന്നു, പുള്ളിയുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം അതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ ഉണ്ട്. ഞാൻ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത് പറയുന്നില്ല, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കാണാം. അപ്പം അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും പുള്ളി ആ ഒരു ക്യാരക്ടറിന് ബ്ലെൻഡായിട്ട് എങ്ങനെയാണോ ആ ഒരു വേവ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ പുള്ളി ആ ഫിലിമിൽ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സഞ്ജയ് ദത്ത് ആണെന്നുണ്ടെങ്കിലും സഞ്ജയ് ദത്ത് ഒരു മാസ് റോളിൽ ഇടയ്ക്ക് വന്ന് ഗൺ ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു പോകുന്നു. മാധവനാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളും ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ മൂവിക്കകത്ത് ചെയ്യുന്നത്. ഇത് ഒരു ഫസ്റ്റ് പാർട്ട് പോലെയാണ് ഈ മൂവി ഏകദേശം ചെയ്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞിട്ടാണ് മൂവി എൻഡ് ആവുന്നത് തന്നെ. അപ്പോൾ മൂവി റിലീസായിട്ട് കുറച്ച് കാലമായി, ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയി കാണാം, വലിയ തിരക്കൊന്നുമില്ല. ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഏറ്റവും നല്ലത്. ആ ഒരു ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് മ്യൂസിക് ഉണ്ട്. നമ്മളെ ഒട്ടും ലാഗില്ലാണ്ട് പിടിച്ചെടുത്തുന്ന വലിയൊരു കാര്യം ഇതിൻ്റെ BGM തന്നെയാണ്. പണ്ട് നമ്മൾ കേട്ട് പോയ പാട്ടുകളൊക്കെ റീമേക്ക് ചെയ്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുമല്ല, ചെറിയ ചെറിയ BGMകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ട് താളം പിടിച്ച് പോകും എന്ന് തോന്നുന്ന കുറേ BGMs ലാസ്റ്റ് വരെയുണ്ട്. ഇതാണ് നമ്മളെ പിടിച്ചെടുത്തുന്ന വേറൊരു പോയിന്റ് ആക്ച്വലി. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്ന പോലെയല്ല, തിയേറ്ററിൽ ആ സൗണ്ട് നിങ്ങൾക്ക് ആ മ്യൂസിക് കുറച്ചും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.